സ്വർഗത്തിൽ നിന്നും റോസാ പുഷ്പം തനയരിൽ വർഷിക്കും കൊച്ചു ത്രേസ്യേ. സ്വർഗത്തിൽ നിന്നും റോസാ പുഷ്പം തനയരിൽ വർഷിക്കും കൊച്ചു ത്രേസ്യേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ ഒരുക്കം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആ പുണ്യവതിയിൽ വിളങ്ങിയിരുന്ന സ്നേഹമെന്ന പുണ്യത്തെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവസ്നേഹത്തെ പ്രതി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കൊച്ചു പ്രവൃത്തിയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും സ്വർഗം സ്വന്തമാക്കുവാനും നിങ്ങളെ സഹായിക്കും. കൊച്ചു സുഹൃതങ്ങളുടെ റാണിയായ ചെറുപുഷ്പത്തിൻ്റെ വാക്കുകളാണിത്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്ത് വിശുദ്ധിയുടെ കുറുക്കുവഴികൾ കണ്ടെത്തിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ നമുക്കായി തുറന്നു തരുന്നു. കൊച്ചു ത്രേസ്യ കർമ്മലമഠത്തിൽ പ്രവേശിച്ചതു തന്നെ മറ്റാരും ഈശോയെ സ്നേഹിച്ചിട്ടില്ലാത്ത വിധം ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ പ്രസാദിപ്പിക്കുവാനും ആയിരുന്നു. അവൾ ഏതൊരു പ്രവൃത്തിയും ചെയ്തിരുന്നത് അത് ഈശോയ്ക്ക് ഇഷ്ടമാകുമോ എന്ന ചോദ്യത്തോടെയും ചിന്തയോടെയുമായിരുന്നു. ദൈവസ്നേഹം സഹോദരങ്ങളെ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്നതിലും സ്നേഹിക്കുന്നതിലുമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന ബോധം അവളിലേക്ക് കടന്നു വന്നു. കൊച്ചു ത്രേസ്യയ്ക്ക് ദൈവസ്നേഹമെന്നാൽ പരസ്നേഹമായി മാറി. അതിനാൽ തന്നെ സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും അവരുടെ ജീവിത പശ്ചാത്തലത്തിൽ നോക്കിക്കാണുവാനും അവരുടെ കുറവുകളും ബലഹീനതകളും മനസ്സിലാക്കി അവരെ സ്നേഹിക്കുവാനും പുണ്യവതിക്ക് കഴിഞ്ഞു. സ്നേഹം സ്നേഹത്താൽ മാത്രമേ വീട്ടപ്പെടുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ദൈവവിളി സ്നേഹമാണ്. എൻ്റെ അമ്മയായ തിരുസഭയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായിരിക്കും. സ്നേഹത്തിൽ ആഴപ്പെട്ട പുണ്യവതിയുടെ വാക്കുകളാണിത്. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൊച്ചു ത്രേസ്യയുടെ അന്ത്യവും. നിഷ്കളങ്കമായ മനസ്സോടെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള അനുഗ്രഹത്തിനായി പുണ്യവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈ വിദ്യാലയത്തിൽ നിന്നും കടന്നുപോയ പൂർവ്വ വിദ്യാർത്ഥികളെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും അനധ്യാപകരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആവശ്യമായ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ചെറുപുഷ്പമേ, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിൽ നിന്നും റോസാ പുഷ്പം തനയരിൽ വർഷിക്കും കൊച്ചു ത്രേസ്യേ. സ്വർഗത്തിൽ നിന്നും റോസാ പുഷ്പം തനയരിൽ വർഷിക്കും കൊച്ചു ത്രേസ്യേ.